ശ്രീ മുഹമ്മദ് ഷാ, നിർണായക സാക്ഷിയാണല്ലോ ഇക്കാര്യത്തിൽ ജിൻസൺ. ജിൻസന്റെ മൊഴി ഈ അന്വേഷണത്തിലെ അടുത്ത ട്വിസ്റ്റ് ആകുമെന്ന് കരുതാവുന്നതാണല്ലോ. ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനുള്ള അനുവാദം ഇതിനകം തന്നെ കോടതിയിൽ നിന്ന് പോലീസ് വാങ്ങിച്ചിട്ടുമുണ്ട്. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുന്നുണ്ടോ? അതിനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങിയിട്ടും ഇല്ല, പോലീസ് എന്നാണ് ജിൻസൺ ഇങ്ങനെ പുറത്തു പറഞ്ഞ് ഇവരോട് പോലീസിനോട് അറിയിച്ചത് എന്നതിനനുസരിച്ചിരിക്കും കാലതാമസം ഉണ്ടോ എന്നുള്ളത്. ഒരു കാര്യം പറയാം, ജിൻസന്റെ മൊഴിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പൾസർ സുനിയെ പോലീസ് ചോദ്യം ചെയ്ത് റിമാൻഡ് ചെയ്തതിന് ശേഷം ആദ്യമായി പൾസർ സുനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സഹതടവുകാരനാണ് ജിൻസൺ. പൾസർ സുനിയുടെ ഒരു ക്രിമിനൽ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വിഷ്ണു വെളിയിലേക്ക് പോയതിനു ശേഷം, വിഷ്ണു ജാമ്യത്തിൽ പുറത്തേക്ക് പോയതിനു ശേഷമാണ് ജിൻസൺ പൾസർ സുനിയുടെ സഹതടവുകാരനായി എത്തുന്നത്. അതായത് ഈ കത്ത് വിഷ്ണു വഴി പുറത്തെത്തിയതിനു ശേഷം, അപ്പോൾ ഈ കത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജിൻസൺ അറിയാമെന്നാണ്. ജിൻസൺ ഇതിനകം തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. രഹസ്യമൊഴിയാണ് ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താൻ ബാക്കിയുള്ളത്. അതെ, അപ്പോൾ അതായത് ജിൻസന് കിട്ടിയ ഇൻഫർമേഷൻ ഈ ഇൻവെസ്റ്റിഗേഷനിലെ കോൺസ്പിറസിയിലേക്ക് ലീഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ വളരെ വളരെ വൈറ്റലാണ്. കാരണം പൾസർ സുനി എന്തൊക്കെയാണ് ജിൻസനോട് പറഞ്ഞത് എന്നത് വ്യക്തമായി കോടതിയിലും പോലീസിൻ്റെ മുമ്പിൽ പറയുകയും ആ കേൾക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കറക്റ്റായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്താൽ ഇതിൻ്റെ കോൺസ്പിറസിയിലെത്തുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. കോൺസ്പിറസി ഇല്ലാതെ ഒരു മോട്ടീവ് പൾസർ സുനിക്കില്ല. അതായത് ഈ നടിയെ ആക്രമിക്കുന്നതിൻ്റെ മോട്ടീവ് പൾസർ സുനിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺസ്പിറസി ഉണ്ട്. ജിൻസനോട് പറഞ്ഞത് കോൺസ്പിറസി ആണെങ്കിൽ അതിൻ്റെ ലീഡുകൾ ജിൻസൻ്റെ മൊഴിയിലുണ്ടാകും. അതിൻ്റെ ചുവട് പിടിച്ച് പോലീസ് അന്വേഷിച്ചാൽ കോൺസ്പയർ ചെയ്തത് ആരായിരുന്നാലും നമ്മൾ ദിലീപാണെന്നൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ആരുമാകട്ടെ, ആരിലാണെങ്കിലും അവിടെ എത്താൻ പറ്റും. ഞാൻ പറയുന്നത് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, ഞാനും പറയുന്നു. പക്ഷേ നമ്മൾ കൺക്ലൂഷനിൽ എത്താൻ പറ്റും. പക്ഷേ പോലീസ് നേരെ ആയിരിക്കണം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ നടത്തരുത്. അല്ലാതെ നടത്തിയാൽ ജിൻസന്റെ മൊഴി വളരെ ക്രൂഷ്യലാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പുതിയ ആളിലേക്ക് എത്താൻ സാധിക്കും. അതായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ വിഷ്ണുവിനെയും പൾസർ സുനിയെയും വിഷ്ണുവിനെയും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുവാനുള്ള നീക്കമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും നടക്കുന്നില്ല. അതായത് വിഷ്ണു ഗൂഢാലോചനയിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കാരണം വിഷ്ണു ഒരു സഹതടവുകാരൻ മാത്രമാണ്. പൾസർ സുനിയും പൾസർ സുനിയുടെ കൂടെയുള്ള 5 പേരും അതോടൊപ്പം ഇതിനെ അബറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളും ഇവരൊക്കെയാണ് ഗൂഢാലോചനയിൽ കക്ഷിയായിരിക്കുന്നത്. ഇവിടെ ആരാണ് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തി, അതായത് അബറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, ആ ആളിലേക്ക് എത്തുന്നതിർത്താണ് തടസ്സം വന്നിരിക്കുന്നത്. അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ വിഷ്ണു കൊടുത്താലും ശരി, ജിൻസൺ കൊടുത്താലും ശരി, പോലീസ് അതിലേക്ക് തന്നെ പോകണം. അതിനെ തടസ്സപ്പെടുത്താനുള്ള പലതരം തന്ത്രങ്ങൾ എല്ലാ ഭാഗത്തും. ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിൽ വിഷ്ണുവിന് പങ്കാളിത്തമുണ്ട്. ഈ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കില്ല എന്നാണോ നിയമപരമായിട്ട്? കാരണം ദിലീപിന്റെ പരാതിയല്ല അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട്. അല്ല, ദിലീപിന്റെ പരാതിയിൽ ദിലീപിനെ എക്സ്റ്റോർഷൻ നടത്താനുള്ള അറ്റംപ്റ്റ് നടത്തി. അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ ആണ് സെക്ഷൻ 384 റീഡ് വിത്ത് സെക്ഷൻ 511. അതാണ് നടന്നതെങ്കിൽ അതിനൊരു ക്രൈമിന് സ്കോപ്പുണ്ട്. അത് വിഷ്ണു ആണോ ചെയ്തത്, പൾസർ സുനി പറഞ്ഞിട്ടാണോ ചെയ്തത്, അത് സെപ്പറേറ്റ്, അതിനൊരു കോൺസ്പിറസിയും സെപ്പറേറ്റ് ഒരു കോസ് ഓഫ് ആക്ഷനുമാണത്. അത് നടത്തുന്നതിനൊരു അപാകതയില്ല. അതൊരു അറ്റംപ്റ്റ് ടു എക്സ്റ്റോർഷൻ. ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ കേസാകാം, ഏത് കേസിൽ വേണമെങ്കിലും ഞാൻ ഇന്നയാൾക്കെതിരെ മൊഴി പറയാം എന്ന് പറഞ്ഞിട്ട് മൊഴി പറയും, ഇല്ലെങ്കിൽ പണം വേണമെന്ന് ചോദിച്ചാൽ എക്സ്റ്റോർഷൻ അറ്റംപ്റ്റാണ്. അത് വേറൊരു കോസ് ഓഫ് ആക്ഷനാണ്. ഇവിടുത്തെ ഇഷ്യൂ അങ്ങനെയല്ല. ഇവിടെ ഒരു കേസിലെ പ്രൈം അക്യൂസ്ഡ്, 1ാം പ്രതിയായ ആൾ ജയിലിൽ കിടക്കുമ്പോൾ ഞാനല്ല ഇത് ചെയ്തത്, ഞാൻ ചെയ്തു എന്നുള്ളെങ്കിലും ഇതിൻ്റെ മോട്ടീവ് എൻ്റേതല്ല, ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ വളരെ ഡിഫറൻറ്റ്. നടൻ സലീം കുമാർ ഇന്ന് ദിലീപിന് പരസ്യ പിന്തുണയുമായി വന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി ദിലീപിന് പിന്തുണയുമായിട്ട്. അതിനൊപ്പം തന്നെ സലീം കുമാർ ഒരു കാര്യം പറയുകയുണ്ടായി, 1000-ഓളം സംഘടനകൾ മലയാള സിനിമയിൽ ഉണ്ട്, അതിൽ 999 സംഘടനകളിലും ദിലീപ് അംഗമാണ്. പക്ഷേ ഈ സംഘടനകളിൽ നിന്ന് ഇപ്പോഴത്തെ മൗനം
അതുണ്ടാകാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ട് പ്രതികരിക്കാൻ മടിക്കുന്നുവെന്ന് പ്രസക്തമായ ചോദ്യമല്ലേ സലീം കുമാർ ഉന്നയിച്ചത്? ആ മൗനം അർത്ഥവത്താണ്. കാരണം തിയേറ്റർ സമര കാലഘട്ടത്തിലും മറ്റും നിർണായകമായ നിലപാടെടുത്ത ഒരു ആളാണ് ദിലീപ്. പക്ഷേ ദിലീപിന് എതിരെയുള്ള അന്വേഷണം അല്ലെങ്കിൽ ഒരു മൊഴികൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ തീർച്ചയായിട്ടും താരസംഘടനകൾക്ക് ഇപ്പോൾ ഒരു നിലപാട് അല്ലെങ്കിൽ പ്രമുഖ സെലിബ്രിറ്റികൾക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അന്വേഷണം മുറുകും തോറും ഈ കേസിൽ പ്രബലമായ ഒരു ഗൂഢാലോചന ഉണ്ട്. പൾസർ സുനിയോ അല്ലെങ്കിൽ മാർട്ടിനോ അല്ലെങ്കിൽ മണികണ്ഠനോ അങ്ങനെയുള്ള ആരും തന്നെ അല്ല ഈ കുറ്റകൃത്യം ചെയ്തത്. ഇതിനെ ഒരു പ്രേരക ശക്തിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രബലനായ ഒരാൾ, ഒരു വമ്പൻ സ്രാവ് ഉണ്ട് എന്ന് ഉള്ളിലെങ്കിലും തോന്നുന്ന കുറേ ആളുകൾ മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ട് അവർ അർത്ഥവത്തായ ഒരു മൗനം ഈ രംഗത്ത് പാലിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി ശ്രീ സണ്ണി ചെറിയാൻ, ശ്രീ മുഹമ്മദ് ഷാ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ എം എ നിഷാദ്, പി ടി തോമസ് പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം അകംപുറം.